പുരാതന മധ്യ അമേരിക്കൻ സംസ്കാരങ്ങളിൽ ദൈവത്തിന്റെ പഴമായി കണക്കാക്കുന്ന പുട്ടീരിയ സപ്പോട്ട അല്ലെങ്കിൽ മാമി സപ്പോട്ട മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും നിന്നുള്ള ഒരിനം വൃക്ഷമാണ്. മാമി കൊളാറോ എന്ന് ക്യൂബയിലും, സ്പോട്ട് കൊളറാഡോ കോസ്റ്റാറിക്കയിലും, ചിക്കോ മാമി എന്ന് ഫിലിപ്പീൻസിലും, സ്പോട്ട് റോജോ എന്ന് ദക്ഷിണ അമേരിക്കയിലും ഇത് അറിയപ്പെടുന്നു. മാമി സപ്പോട്ടയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ ഭക്ഷ്യവൈദ്യ ഉപയോഗങ്ങൾ, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തെക്കൻ മെക്സിക്കോയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെങ്കിലും ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കരീബിയൻ ഭൂപ്രദേശത്ത് ഇത് ധാരാളമായി കണ്ടുവരുന്നു. മിക്ക US സൂപ്പർ മാർക്കറ്റുകളിലും ഇതിന്റെ ഫ്രഷ് ഫ്രൂട്ട് സാധാരണമാണെങ്കിലും ഇതിന്റെ ശീതീകരിച്ച പൾപ്പ് സാധാരണയായി കരീബിയൻ ജനസംഖ്യ ധാരാളമുള്ള പ്രദേശങ്ങളിൽ എവിടെയും ലഭ്യമാണ്. ക്യൂബൻ ഡൊമിനിക്കൻ കുടിയേറ്റക്കാർക്കിടയിലുള്ള ജനപ്രീതി കാരണം സൗത്ത് ഫ്ലോറിഡയിൽ ഇതിന്റെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഇന്ന് ധാരാളമായി വളർത്തിവരുന്നു. സ്പാനിഷ് കോളനിക്കാരുടെ വരവിന് മുൻപ് തന്നെ ഈ പഴം കരീബിയൻ പ്രദേശങ്ങളിൽ വ്യാപിച്ചിരുന്നു. മറ്റു പല മെക്സിക്കൻ പഴങ്ങളെയും പോലെ സ്പാനിഷ് കോളനിക്കാർ ഫിലിപ്പീൻസും വിയറ്റ്നാമും ഉൾപ്പെടെയുള്ള പസഫിക്കിലേക്ക് ചെടി കൊണ്ടുപോയി. അവിടെ ഇന്നും ഇത് വളരുന്നു. US-ൽ ഈ ചെടി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പരിമിതപ്പെടുത്തി സൗത്ത് ഫ്ലോറിഡ, ഹവായ്, പ്യൂട്ടോറിക്ക മുതലായ സ്ഥലങ്ങളിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഈ പഴം പലതവണ അവതരിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്യൂബക്കാരുടെ ഫ്ലോറിഡയിലേക്കുള്ള കുടിയേറ്റമാണ് ഈ ചെടി അവിടെ വ്യാപകമായി വളരാൻ ഇടയാക്കിയത്. മെക്സിക്കോ, മധ്യ അമേരിക്ക, കരീബിയൻ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ ഇത് പരമ്പരാഗതമായി വളർന്നിരുന്ന പല പ്രദേശങ്ങളിലും ഇതിന് വലിയ സാംസ്കാരിക പ്രാധാന്യം തന്നെ ഉണ്ട്. സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ട ഒരു പുരാതന ഹിസ്പാനിക് പഴമാണ് മാമി സപ്പോട്ട. ബൊട്ടാരിയ സപ്പോട്ട എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ന് ഇതിന്റെ 13 ഇനങ്ങളെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മമ്മിയ അമേരിക്കാനയുടെ മറ്റൊരു പഴം മാമി എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഈ പഴം ഒരു പ്രത്യേക ഇനമാണ്. മധുരമുള്ള സ്വാദും ക്രീം ഘടനയും പോഷക ഗുണങ്ങളും കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു പഴമാണ് മാമി സപ്പോട്ട. 4.5 മുതൽ 13.5 മീറ്റർ വരെ ഉയരത്തിലെത്താൻ കഴിയുന്ന നിത്യഹരിത മരമാണിത്. ദീർഘവൃത്താകൃതിയിലോ കുന്താകൃതിയിലോ തിളങ്ങുന്ന ഇരുണ്ട പച്ച ഇലകളുള്ള ഇടതൂർന്നതും വൃത്താകൃതിയുള്ളതുമായ മേലാപ്പ് ഇതിനുണ്ട്. ഈ മരത്തിൽ വെളുത്തതോ ക്രീം നിറത്തിലോ ഉള്ള പൂക്കൾ ഉണ്ടാകുന്നു. ഈ വ്യക്തതയില്ലാത്ത പൂക്കളിൽ പ്രാണികളാണ് പരാഗണങ്ങൾ നടത്തുന്നത്. അതിൽ നിന്നും തവിട്ടു കലർന്ന ചർമ്മവും ഓറഞ്ച് മുതൽ ചുവപ്പ് ഓറഞ്ച് വരെ മാംസളമുള്ള വലിയ ഓവലാകൃതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. വർഷം മുഴുവൻ കായ്ക്കും എന്നുള്ളത് ഇതിന്റെ ഒരു സവിശേഷതയാണ്. പക്ഷേ ശൈത്യകാലത്തിന്റെ അവസാനം മുതൽ ശരത്കാലത്തിന്റെ ആരംഭം വരെയാണ് ഇതിന്റെ പീക്ക് സീസൺ. അതിന് ഏകദേശം 10 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളവും 8 മുതൽ 12 സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകാറുണ്ട്. ഈ പഴത്തിന്റെ മാംസം ക്രീമും മിനുസമാർന്നതുമാണ്. അതിന് മധുരക്കിഴങ്ങ്, മത്തങ്ങ, തേന്, പീച്ച്, ആപ്രിക്കോട്ട്, ചെറി, ബദാം എന്നിവയുടെ മിശ്രിതത്തിലുള്ള രുചിയാണുള്ളത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഊഷ്മളമായ താപനിലയും നല്ല നീർവാർച്ചയുള്ള മണ്ണിലും മാമി സപ്പോട്ട നന്നായി തഴച്ചു വളരും. ഈ മരത്തിന്റെ ഓപ്റ്റിമൽ pH ലെവൽ 6 മുതൽ 7.5 വരെയാണ്. ഈ pH ശ്രേണി നിഷ്പക്ഷ മണ്ണിന്റെ അവസ്ഥയിൽ ചെറുതായി അസിഡിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഫലോൽപാദനത്തിനും അനുയോജ്യമാണ്. ഇത് പൂർണ്ണ സൂര്യപ്രകാശത്തിലും ഭാഗികമായ തണലിലും വളരുന്ന ഒരു ചെടിയാണ്. പക്ഷേ മഞ്ഞിനെ സഹിക്കില്ല. ഇന്ത്യയെ പോലെ ഉഷ്ണമേഖലാ മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വീട്ടുചെടിയായോ വാണിജ്യാടിസ്ഥാനത്തിലോ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു ചെടിയാണ് മാമി സപ്പോട്ട. തണുത്ത കാലാവസ്ഥയിൽ മഞ്ഞിൽ നിന്ന് സംരക്ഷിക്കുകയോ മഞ്ഞില്ലാത്ത പ്രദേശങ്ങളിൽ വളർത്തുകയോ ചെയ്യാം. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങൾ പറയുന്നുണ്ട്. ഈ മരത്തിന് വളപ്രയോഗം നടത്തുന്നത് ഇതിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഫലോൽപാദനത്തിനും അത്യന്താപേക്ഷിതമാണ്. ഈ ചെടി സജീവമായി വളരുന്ന സീസണിൽ സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തും വളപ്രയോഗം നടത്താം. ശൈത്യകാലത്ത് പ്രവർത്തനരഹിതമായ കാലയളവിൽ വളപ്രയോഗം ഒഴിവാക്കുക. ഫലവൃക്ഷങ്ങൾക്കും ഉഷ്ണമേഖലാ സസ്യങ്ങൾക്കും രൂപപ്പെടുത്തിയ സമീകൃത വളം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK ഏകദേശം 8, 3, 9 അല്ലെങ്കിൽ സമാനമായ വളവും തിരഞ്ഞെടുക്കാം. അതോടൊപ്പം ഇരുമ്പ്, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഈ സൂക്ഷ്മ പോഷകങ്ങൾ കൂടി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
മരത്തിന്റെ പ്രായവും വലിപ്പവും അടിസ്ഥാനമാക്കിയുള്ള അപേക്ഷാ നിരക്കിന് വളം നിർമ്മാതാവിന്റെ നിർദ്ദേശം പാലിക്കുക. ഇളം മരങ്ങൾക്ക് മുതിർന്നതിനേക്കാൾ കുറഞ്ഞ അളവ് വളം നൽകാൻ ശ്രദ്ധിക്കുക. ഇതിന്റെ ഇലകളും തണ്ടുകളുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി മരത്തിന്റെ ഡ്രിപ്പ് ലൈനിനു ചുറ്റും വളം തുല്യമായി വിതരണം ചെയ്യുക. വർഷത്തിൽ 2-3 തവണ വളം നൽകുക. അത് വളരുന്ന സീസണിനുള്ളതിടം തുല്യമാക്കി വിതറുക. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. ഓർഗാനിക് വളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവപദാർത്ഥങ്ങളോ നൽകാം. വളം പ്രയോഗിച്ചതിന് ശേഷം പോഷകങ്ങൾ ലയിക്കുന്നതിനും അതിനെ റൂട്ട് സോണിൽ എത്തിക്കുന്നതിനും മരത്തിന്റെ ചുവട് നന്നായി നനയ്ക്കുക. മാമി സപ്പോട്ട ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും പഴയീച്ചകൾ, മെലിബഗുകൾ, സ്കെയിൽ പ്രാണികൾ, ആന്ത്രാഗ്നോസ്, റൂട്ട് ചീയൽ, വിഷമഞ്ഞ്, ബാക്ടീരിയൽ ഇലപ്പുള്ളി എന്നിവയാണ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. പഴുക്കാത്ത മാമി സപ്പോട്ട 4 മുതൽ 7 വരെ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കാം. പഴുത്തു കഴിഞ്ഞാൽ മികച്ച ഗുണനിലവാരത്തിനും സ്വാദിനുമായി ഈ പഴം പെട്ടെന്ന് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാംസം തൊലിയിൽ നിന്ന് നീക്കം ചെയ്ത് 1 മുതൽ 3 ആഴ്ച വരെ റെഫ്രിജറേറ്ററിൽ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ദീർഘകാല ഉപയോഗത്തിനായി ഫ്രീസ് ചെയ്തും നിങ്ങൾക്ക് സൂക്ഷിക്കാം. മാമി സപ്പോട്ട മരങ്ങൾ സാധാരണയായി വിത്തുകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ നന്നായി നീർവാർച്ചയുള്ള മണ്ണിൽ നടുകയും മുളയ്ക്കുന്നതുവരെ സ്ഥിരമായി ഈർപ്പം നിലനിർത്തുകയും ചെയ്യണം. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ധാരാളം ലഭ്യമാണ്. വിത്തിൽ നിന്ന് വളർത്തുന്ന മരങ്ങളെക്കാൾ വേഗത്തിലും വിശ്വസനീയമായും ഇതിൽ നിന്നും ഫലോത്പാദനം ലഭിക്കുന്നതിനാൽ വീട്ടുതോട്ടത്തിലും വാണിജ്യ കൃഷിയിലും ഇതിന്റെ കൃഷി മുൻഗണനാ നിരയിലുണ്ട്. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കരീബിയൻ പാചക രീതികളിൽ പ്രത്യേകിച്ച് ക്യൂബയിലും മെക്സിക്കോയിലുമൊക്കെ ഇത് വ്യാപകമായി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാൽ, ഐസ്, ജാതിക്ക, വാനില എന്നിവ ചേർന്ന ക്യൂബൻ മിൽക്ക് ഷെയ്ക്കായ ബാറ്റിഡോ ഡി മാമി ആ രാജ്യത്തിലെ ഒരു ജനപ്രിയ ഇനമാണ്. ഫ്രഷ് ആയതോ ശീതീകരിച്ചതോ ആയ ഇതിന്റെ പഴങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് കൂടാതെ ഫ്രൈ ചെയ്യുന്ന ആഹാരപദാർത്ഥങ്ങൾ, മഫിനുകൾ, പെട്ടെന്ന് നിർമ്മിക്കുന്ന ബ്രെഡുകൾ എന്നിവയിലൊക്കെ വ്യത്യസ്ത രുചിക്കായി ഈ പഴം അവിടെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ബ്രെഡ്, പുഡിംഗ് പോലെയുള്ള ഫ്ലാനുകൾക്കും മറ്റ് കസ്റ്റാർഡി ഡിസേർട്ടുകൾക്കും ഈ പഴം നന്നായ ഒരു ചേരുവയാണ്. ഈ പഴത്തിന്റെ സമ്പുഷ്ടതയും ക്രീം ഘടനയും മധുര പലഹാരങ്ങളിൽ കസ്റ്റാർഡിന് തുല്യമായ ഒരു അസംസ്കൃത വസ്തുവാക്കുന്നു. വറുത്തതും ഗ്രിൽ ചെയ്തതുമായ ഭക്ഷണത്തിനുള്ള ക്രീം സലാഡ് ഡ്രസ്സിങ്ങുകൾക്കും സോസുകൾക്കും ഇത് മധുരമുള്ള ഘടകമായി ചേർക്കുന്നു. വീഗൻ പാചകത്തിൽ പാരമ്പര്യേതരവും ഗണ്യവുമായ മാംസത്തിന് പകരം വയ്ക്കാൻ പോലും ഇതിന് കഴിയുന്നു. മധുര പലഹാരങ്ങൾക്കുള്ള ഒരു സുഗന്ധം എന്ന നിലയിൽ മാമി സപ്പോട്ട ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. ഇതിന്റെ തൊലിയും വിത്തുകളും കളഞ്ഞ് ഫ്രഷായി തന്നെ കഴിക്കാവുന്ന നല്ലൊരു പഴമാണിത്. ഇത് കഷ്ണങ്ങളാക്കി ഫ്രൂട്ട് സലാഡുകൾ, ഐസ്ക്രീമുകൾ, സ്മൂത്തികൾ എന്നിവയിലൊക്കെ ചേർക്കാം. ഗ്ലേസുകൾ, സോസുകൾ, ജാം, മാർമലേഡുകൾ എന്നിവയിൽ ചേർത്ത് രുചിക്കായി തയ്യാറാക്കാം. കേക്കുകൾ, ടാർട്ടുകൾ, പീസ്, ഫ്ലാന്, പുഡിംഗ്, മൗസ് മഫീനുകൾ എന്നിവയുൾപ്പെടെ വിവിധ മധുര പലഹാരങ്ങളിൽ ഇത് രുചിക്കായി ഉപയോഗിക്കാം. കറുകപ്പട്ട, വാനില, ഗ്രാമ്പു, ജാതിക്ക, ഇഞ്ചി, തേൻ, തേങ്ങാപ്പാൽ, പുതിന, കോഴിയിറച്ചി എന്നിവയുൾപ്പെടെ വിവിധ മാംസങ്ങളുമായും ഈ പഴം നന്നായി യോജിക്കുന്നു. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പൊട്ടാസ്യം, ഫൈബർ, ആന്റി ഓക്സിഡന്റുകൾ, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഡയറ്ററി ഫൈബർ, ഫോളൈറ്റ്, നിയാസിൻ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമാണ് മാമി സപ്പോട്ട. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ മലബന്ധത്തെ തടയുകയും സ്ഥിരമായ മലവിസർജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പഴത്തിൽ 100 ഗ്രാമിന് 5.4 ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദഹനാരോഗ്യം ലഭിക്കുന്നു. ഇത് കൂടാതെ ദഹന രഹസ്യത്തെ സഹായിക്കുന്ന എൻസൈമുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ച് ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. ഹൃദയത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നതിനും പൊട്ടാസ്യം അത്യാവശ്യമാണ്. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, കരോട്ടിനോയിഡുകൾ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്നും കോശത്തെ സംരക്ഷിക്കുന്നു. ഇത് വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറച്ച് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. വീക്കം, മുറിവുകൾ, പ്രാണികളുടെ കടി എന്നിവയുൾപ്പെടെയുള്ള വിവിധ ചർമ്മ അവസ്ഥകളെ ചികിത്സിക്കാൻ മാമി സപ്പോട്ട പൾപ്പ് ചർമ്മത്തിൽ പുരട്ടാമെന്ന് ചില പരമ്പരാഗത ഔഷധ സമ്പ്രദായങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന വൈറ്റമിൻ സി ഉള്ളടക്കം കൊളാജൻ സിന്തസിസ് ഉത്തേജിപ്പിക്കുന്നു. ഇതാണ് ചർമ്മത്തിന്റെ ഇലാസ്റ്റികത മെച്ചപ്പെടുത്തുന്നത്. അതുകൂടാതെ ചർമ്മത്തിന്റെ വാർദ്ധക്യത്തെയും മന്ദഗതിയിലാക്കുന്നു. ഈ വൈറ്റമിൻ സി മുറിവുണക്കാൻ സഹായിക്കുന്നതോടൊപ്പം വീക്കം കുറച്ച് അൾട്രാവയലറ്റ് പ്രേരിതമായ ചർമ്മനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിന് ഗുണം ചെയ്യുന്ന വൈറ്റമിൻ ഇയുടെ മികച്ച ഉറവിടം കൂടിയാണ് ഈ പഴം. സൗന്ദര്യവർദ്ധക നിർമ്മാതാക്കൾ വിവിധ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നു. ഇതിൽ ഉയർന്ന ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ഉള്ളതിനാൽ ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മുഖക്കുരു കുറയ്ക്കാനും മുറിവുണക്കുന്നതിന് വേഗത്തിൽ ആക്കാനും ഇത് സഹായിക്കുന്നു. കൂടാതെ സോറിയോസിസ്,
അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നിവ ചികിത്സിക്കാൻ ഇത് സഹായമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ചെമ്പ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. അത് ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിച്ച് ടിഷ്യൂകളുടെ രൂപീകരണം മെച്ചപ്പെടുത്തുന്നു. കൂടാതെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ B6 ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ പ്രവർത്തനം, പ്രോട്ടീൻ മെറ്റാബോളിസം മുതലായവ വർദ്ധിപ്പിക്കുന്നു. വൈറ്റമിൻ സിയുടെ മികച്ച ഉറവിടമായ ഈ പഴത്തിന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തി രോഗപ്രതിരോധ കോശങ്ങളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ഇവ ഫ്രീ റാഡിക്കലുകളുടെ ദോഷകരമായ ഫലങ്ങളും വീക്കവും കുറയ്ക്കും. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പ്രധാന അപകടകാരണമായ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഈ ഫൈബർ നമ്മുടെ ശരീരത്തിലെ അധിക കൊളസ്ട്രോൾ കണങ്ങളുമായി ചേർന്ന് അവയെ മലത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നു. അതുകൂടാതെ ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ വീക്കം ലഘൂകരിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് ഹൃദ്രോഗങ്ങളെ തടയുന്നു. ജലദോഷത്തിന്റെ ദൈർഘ്യം ഇത് കുറയ്ക്കുന്നതായി ചില പഠനങ്ങൾ പറയുന്നുണ്ട്. തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തടയാനും ഇതിന് കഴിയും. ഇനി ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ പഴത്തിന്റെ പൾപ്പ് അമിതമായി കഴിക്കുന്നത് മലബന്ധത്തിന് കാരണമാകും. അതിനാൽ മിതമായി കഴിക്കുക. പഴുക്കാത്ത പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് വിഷാംശവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇതിന്റെ വിത്തുകൾ കഴിക്കുന്നത് വിഷബാധയുണ്ടാക്കും. പ്രത്യേകിച്ച് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഇത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് ഒഴിവാക്കുക. ഇത് ഗർഭപിണ്ഡത്തിന് മാരകമായ ദോഷം വരുത്തും. എന്നാൽ ചില പരമ്പരാഗത ഭക്ഷണക്രമങ്ങളിലും ചികിത്സാ രീതികളിലും ഇതിന്റെ സംസ്കരിച്ച കായ്കൾ ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പഴം കുട്ടികളിൽ അലർജിക്ക് കാരണമായേക്കാം. ഈ അലർജി ചർമ്മത്തിൽ ചൊറിച്ചിലോ ചുണങ്ങുകളോ ഉണ്ടാക്കും. അതോടൊപ്പം തൊണ്ടയിലെ ചൊറിച്ചിൽ, ചുണ്ടുകളുടെ വീക്കം, ശ്വാസതടസ്സം എന്നിവയ്ക്കൊക്കെ കാരണമായേക്കാം. മാമിസപ്പൊടിയിൽ ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് സമീകൃതാഹാരമായി കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ വൈദ്യ ആവശ്യത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ വ്യക്തിഗത മെഡിക്കൽ ഉപദേശത്തിനായി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായോ ഹെർബലിസ്റ്റുമായോ കൂടിയാലോചിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. മാമി സപ്പോട്ട മരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.